അതായത് എഞ്ചിനീയർ വേറെ എഞ്ചിനീയർ നമുക്ക് എപ്പോഴും അത് സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവര് അംഗീകരിക്കണ്ടേ? ഇവര് 16 കഴിഞ്ഞാലേ അടുത്ത തരുള്ളൂ. അതുവരെ ആ തലക്കല്ല ഫസ്റ്റത്താളെ 7:30 മണിക്ക് 2 നാളെ ഇത് നിൽക്കണ്ടേ? വോട്ടിംഗ് യന്ത്രം ക്രമീകരിക്കാൻ പരിചയമില്ലാത്ത ടെക്നീഷ്യൻ കാരണം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മണിക്കൂറുകളോളം വട്ടം കറങ്ങി. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിന്റെ വോട്ടിംഗ് യന്ത്രം ക്രമീകരണമാണ് മണിക്കൂറുകളോളം വൈകിയത്. തിരൂരങ്ങാടി OUP സ്കൂളിലാണ് വോട്ടിംഗ് യന്ത്രം ക്രമീകരണം നടത്തുന്നത്. ഇതിനായി ഇന്ന് രാവിലെ 7:30 ഹാജരാക്കണമെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പാർട്ടി പ്രതിനിധികൾ എത്തിയിരുന്നു. എന്നാൽ യന്ത്രമെടുക്കാൻ 10 മണിയായി. പിന്നീട് യന്ത്രം ക്രമീകരണം ആരംഭിച്ചു. എന്നാൽ യന്ത്രം ക്രമീകരിക്കുന്നത് സെറ്റായില്ല. മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും യന്ത്രം റെഡിയായതുമില്ല. യന്ത്രം തകരാറാണെന്ന് പറഞ്ഞ് ടെക്നീഷ്യൻ മാറ്റിവെപ്പിച്ചു. ഒരു റൗണ്ടിൽ 12 യന്ത്രം വീതമാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ 9 യന്ത്രങ്ങളും തകരാറാണെന്ന് ടെക്നീഷ്യൻ പറഞ്ഞതിനെ ചൊല്ലി മാറ്റിവെച്ചു. തുടർന്ന് വേറെ യന്ത്രങ്ങൾ എടുത്തപ്പോഴും ഇതായിരുന്നു അവസ്ഥ. ഇത്തവണ VV-പാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഇത് സെറ്റ് ചെയ്യുമ്പോഴാണ് തകരാർ ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ശരിയാക്കാത്തതിനെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രതിഷേധിച്ചു. എന്നാൽ പേപ്പറിന്റെ ഗുണമേന്മ കുറവാണെന്നായി ടെക്നീഷ്യൻ. എന്നാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലായി. തുടർന്ന് വേങ്ങര മണ്ഡലത്തിന്റെ യന്ത്രം ക്രമീകരിക്കുന്ന KMMO അറബിക് കോളേജിൽ നിന്നും നമ്മുടെ വോട്ടിംഗ് മെഷീൻ സെറ്റിംഗ് ചെയ്യുന്ന ദിവസമാണ്. രാവിലെ 8 മണിക്കാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നത്. ഞങ്ങൾ കൃത്യം 8 മണിക്ക് വന്നെങ്കിലും ഇവിടെ അതിൻ്റെ ടെക്നിക്കൽ ഉദ്യോഗസ്ഥൻ അടക്കം വരുന്നത് 10:30 മണി കഴിഞ്ഞതിന് ശേഷമാണ്. വരാൻ തന്നെ സമയം വൈകുന്നു. പിന്നീട് വന്നതിന് ശേഷം നേരത്തെ മുൻകൂട്ടി അവർ തന്ന പ്ലാനിങ്ങിൽ വന്ന എന്തോ തകരാറ് കാരണം ഒരു സംഗതിയും അവർ ചെയ്തില്ല. ഇവിടെ അവർ വന്നതിന് ശേഷമാണ് പിന്നീട് ഇത് സെറ്റ് ചെയ്യാനുള്ള മുന്നൊരുക്കം തന്നെ തുടങ്ങിയത്. പിന്നീട് മുന്നൊരുക്കം തുടങ്ങിയപ്പോൾ ഇവിടെ വന്ന മെഷീനുകൾ സകലം കേട്. ആദ്യത്തെ റൗണ്ട് കൊടുത്ത 16 മെഷീനും 14 കേടുന്നു, തകരാറ്. അത് മാറ്റി പിന്നെ VPAT ലോഡ് ചെയ്തിട്ട് സ്ഥാനാർത്ഥികളുടെ പേരും നോട്ടിയൊക്കെ ലോഡ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ആ ലോഡ് ചെയ്യുന്ന പണി നേരത്തെ ചെയ്ത് വെക്കലാണ് സാധാരണ. ഈ പ്രാവശ്യം നേരത്തെ ചെയ്തു വെക്കാൻ എന്തോ ഇലക്ഷൻ കമ്മീഷൻ എന്തോ നിർദ്ദേശം അങ്ങനെ പറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ടോ ചെയ്തിട്ടില്ല അവർ. അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. കാരണം തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഈ ഒരു പണി മാത്രമല്ല, വോട്ടർമാരുടെ ഇടയിൽ പോയി വോട്ട് ചോദിക്കേണ്ട ആളുകളാണ് ഇവിടെ വന്നിട്ട് നിൽക്കുന്നത്. രാവിലെ 8 മണിക്ക് വന്നിട്ട് 11 മണി 12 മണിക്കാണ് പണി ആരംഭിച്ചത്. ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ എത്ര സമയം? 4 മണി ആയില്ലേ? 4:30 ആവുമ്പോഴേക്ക് 2 റൗണ്ട് എന്ന് പറഞ്ഞാൽ 32 മെഷീനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ 206 മെഷീനും പിന്നെ റിസർവ് 55 മെഷീൻ റിസർവും ഉണ്ട്. അത്രയും മെഷീൻ സെറ്റ് ചെയ്യണം. വളരെ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. അതിലേറെ പക്ഷെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ടൊന്നും പറയാതിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്കും പ്രയാസങ്ങളുണ്ട്. കാരണം അവരുടെ ഒരു സംഗതി അവർക്ക് മണിക്കൂറുകൾ നീങ്ങിയാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിൽ പോലും പ്രയാസം തന്നെയല്ലേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ കലക്ടർ ഇവിടെ വന്നു. കലക്ടറോട് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ കലക്ടർക്കും അതിനൊരു കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ എന്താ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറയാം. നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നില തന്നെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ മറ്റു മാർഗത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം 2 ദിവസം കൊണ്ട് തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിന് ഒരുങ്ങുന്നത്. പക്ഷെ ഇപ്പൊ പോകുന്ന സംഗതിക്ക് ഒരു 4 ദിവസമെങ്കിലും മതി. 4 ദിവസം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അത്രയും തിരക്കുള്ള സമയത്തായതുകൊണ്ട്. അപ്പൊ ഇത് ഒന്നുകിൽ മനഃപൂർവ്വം ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ആണ് പോയിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ടാവാം. എന്താന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് പരിഹാരം ഉണ്ടാകണമെന്ന് കലക്ടറോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കലക്ടർ
നോക്കാൻ ടെക്നിക്കൽ സ്റ്റാഫിനെ ഒന്നുകൂടി കൊടുക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ കലക്ടറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നം സ്ഥലത്തെത്തിയ കളക്ടറോടും നിരീക്ഷകനോടും മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമരയ്ക്കാർ, യൂത്ത് ലീഗ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് CH അബൂബക്കർ സിദ്ദീഖ് എന്നിവർ ശ്രദ്ധയിൽപ്പെടുത്തി. വേങ്ങര മണ്ഡലത്തിന്റെ ക്രമീകരണം തിരൂരങ്ങാടി KMMO RB കോളേജിലും വള്ളിക്കുന്ന് മണ്ഡലം യന്ത്രങ്ങൾ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916, mobile 9037 917 916.